എല്ലാവരും അങ്ങനെ കുറേ കഥാപാത്രങ്ങളുണ്ട് ഈ സിനിമയിൽ. മല്ലിക മാം ഉണ്ട്, പൂർണിമ മാം ഉണ്ട്, ഷൈജു കുറുപ്പ് സാറുണ്ട്, അങ്ങനെ കുറേ പേരുണ്ട്. ഐ മീൻ ഐ കാൺ ടേക്ക് ദ എൻറ്റയർ നെയിം ബട്ട് ലോട്ട് ഓഫ് പീപ്പിൾ അത്. സത്യം പറഞ്ഞാൽ മല്ലിക മാമിൻ്റെ കൂടെ ഫസ്റ്റ് സീൻ അഭിനയിക്കുമ്പോൾ എനിക്ക് ഭയങ്കര പേടിയായിരുന്നു. ഞാനൊരു 10 പ്രാവശ്യം തന്നെ മനസ്സിൽ ഇവിടെ നടന്ന് ഞാനിങ്ങനെ ഡയലോഗ് ഇവിടെ നടന്ന് പ്രാക്ടീസ് ചെയ്യായിരുന്നു. ഭയങ്കര പേടിച്ചിട്ടാണ് ഞാൻ ആ ഫസ്റ്റ് സീൻ ഞാൻ ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഭയങ്കര കംഫർട്ടബിളായി, കാരണം മാം വാസ് വെരി സ്വീറ്റ്. ആൻഡ് എൻ്റെ അമ്മൂമ്മയാണ് ഈ പടത്തിൽ. എൻ്റെ അമ്മൂമ്മയായിട്ട് തന്നെയാണ് മാം സെറ്റിലും ഉണ്ടായത്. അപ്പോൾ ഭയങ്കര സ്വീറ്റായിരുന്നു. വളരെ I felt very happy working with her and Purnima ma'am also. Purnima ma'am was also very sweet. പക്ഷേ Purnima ma'am എൻ്റെ ഇതായിരുന്നില്ല, ഇവിടെ അമ്മയായിരുന്നു. So it was nice. It was a great experience. കുറേ അഡ്വൈസ് അവർ തന്നു, നല്ല കോംപ്ലിമെൻറ്റ്സ് തന്നിട്ടുണ്ട്. മല്ലിക മാം പറഞ്ഞു നീ ആദ്യമായിട്ട് ചെയ്യാനെന്ന് പറയില്ല എന്നൊക്കെ ഒരു കോംപ്ലിമെൻറ്റും കിട്ടി. അപ്പോൾ സന്തോഷമുണ്ട്. ഒരിക്കലില്ല. അങ്ങനെ ഞാൻ ഈ സിനിമ ചെയ്തത് ആരെ കോമ്പീറ്റ് ചെയ്യാൻ വേണ്ടി ഒന്നല്ല. ഞാൻ എൻ്റെ പേഴ്സണൽ ഇൻട്രസ്റ്റ് വെച്ചിട്ട്, പിന്നെ സിനിമ പറഞ്ഞാൽ ഇത് എപ്പോഴും ഉണ്ടാവുമല്ലോ നമുക്ക്. പിന്നെ ഒരു 10 കൊല്ലം കഴിഞ്ഞിട്ടും എനിക്ക് പറയാമല്ലോ ഞാൻ ഓൺ ദ റോക്സ് എന്ന പടത്തിൽ ഞാനായിരുന്നു നായകൻ എന്ന രീതിയിൽ എൻ്റെ കുഞ്ഞുങ്ങളും കാണാൻ വേണമെങ്കിൽ. അപ്പോൾ അങ്ങനത്തെ ഒരു ഇതിലായിരുന്നു ഞാൻ ചെയ്തത് സിനിമ. ഒരു ഫൺ ബേസിസിലായിരുന്നു ഞാൻ ചെയ്തത്. ലെറ്റ് മീ സീ ഹൗ സിനിമ ചെയ്യുമ്പോൾ എന്ത് എക്സ്പീരിയൻസ് ആണ്, ലെറ്റ് മീ സീ എന്നൊരു രീതിയിലാണ് ഞാൻ ഈ സിനിമ ചെയ്തത്. പിന്നെ ഈ സിനിമയുടെ റൈറ്റർ എന്ന് പറഞ്ഞാൽ ഒരു പെൺകുട്ടിയാണ്, രാജശ്രീ ചേച്ചിയാണ്. അപ്പോൾ രാജശ്രീ ചേച്ചിയുടെ അത് സിനിമ വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ഒരു പെൺകുട്ടി ഈ കഥ എഴുതുന്നത് തന്നെ ഒരു വലിയ കാര്യമായിട്ടാണ് ഞാൻ പേഴ്സണലി എനിക്ക് ഫീൽ ചെയ്തത്. അപ്പോൾ ഐ എം വെരി ഹാപ്പി ടു ബി എ പാർട്ട് ഓഫ് ഹെർ സ്ക്രിപ്റ്റ് എന്ന്. നവരസം തീം ബേസ്ഡ് ആണ്. എല്ലാ പാട്ടുകൾ തീം ബേസ്ഡ് ആണ്. എല്ലാ പാട്ടുകൾ ചെയ്യുന്നത് വേറെ വേറെ ആൾക്കാരാണ്, വേറെ വേറെ ഡയറക്ടേഴ്സാണ്, വലിയ വലിയ ഡയറക്ടേഴ്സാണ്. എൻ്റെ പാട്ട് ഓൾറെഡി റിലീസായി, 1 ആണ് പാട്ടിൻ്റെ പേര്. അപ്പോൾ നല്ല റെസ്പോൺസ് ആയിരുന്നു. കാരണം അങ്ങനത്തെ പാട്ട് ഞാൻ ഇതുവരെ ട്രൈ ചെയ്തിട്ടില്ല. അപ്പോൾ പേഴ്സണലി എനിക്കും ഒരു പേടി ഉണ്ടായിരുന്നു. കാരണം ആൾക്കാർ എന്നെ അറിയണത് ലവ് സോങ് പാടിയിട്ടാണ്. അപ്പോൾ അക്സെപ്റ്റ് ചെയ്യോ എന്നൊരു പേടി എനിക്കുണ്ടായിരുന്നു. പക്ഷേ നല്ല രീതിയിൽ തന്നെ ആൾക്കാർ അക്സെപ്റ്റ് ചെയ്തു. അപ്പോൾ എൻ്റെ ഒരു ലെവൽ കൂടി എനിക്കൊരു പേഴ്സണൽ സാറ്റിസ്ഫാക്ഷൻ ഉണ്ട്. പിന്നെ അതിൻ്റെ വീഡിയോ ഭയങ്കര കോംപ്ലിമെൻ്റ് ആയിരുന്നു. ഈവൻ ഐ ഹേർഡ് ദാറ്റ് അമിതാഭ് ബച്ചൻ സർ സോ ദ തിങ് ആൻഡ് ഹീ ലൈക്ഡ് ഇറ്റ്. അങ്ങനെ കുറേ പേര് ഫ്രം ദ ഇൻഡസ്ട്രി. ഇത് മോർ ദാൻ കോമൺ പീപ്പിൾ ഐ തിങ്ക് വി ഹാവ് ട്രൈഡ്. ഞങ്ങൾ ഈ ആൽബത്തിൽ ട്രൈ ചെയ്തത് മ്യൂസിക് ആൾക്കാർ, ക്രിയേറ്റീവ് ആൾക്കാർ, ഒരു വേറെ സ്റ്റാൻഡേർഡ് ഓഫ് മ്യൂസിക് ആൾക്കാർ കേൾക്കാത്തതോ സംഭവം. നവരസം എന്ന പാട്ടുമുണ്ട് ഇതിൽ. അതൊരു കഥകളി വേസ്റ്റാണ്. കഥകളി ഇപ്പോൾ ഓൾമോസ്റ്റ് പോയി. അപ്പോൾ അതൊരു പിന്നെയും ഞങ്ങൾ കൊണ്ടുവരാനെന്ന് ഒരു സംഭവമാണ് നവരസം പാട്ടിൽ. അപ്പോൾ അങ്ങനെ എല്ലാ പാട്ടും തീം ബേസ്ഡ് ആണ്. എല്ലാ പാട്ടിലും ഒരു മീനിങ് ഉണ്ട്, ഒരു പുതിയ മ്യൂസിക് ഉണ്ട്, പുതിയ സൗണ്ടിങ് ഉണ്ട്. അപ്പോൾ അതാണ് ഞങ്ങളുടെ എയിം. ജസ്റ്റ് നോർമൽ പാട്ടുകൾ, not like normal songs, just doing something different and trying to set a mark in the industry. 1 ആണ് ആദ്യമേ റിലീസായത്. അത് കഴിഞ്ഞിട്ട് 2 പാട്ട് ഇപ്പോൾ ഓൾറെഡി റിലീസായി. ഇന്ന് ഒരു പാട്ടിൻ്റെ ടീസറും വന്നിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ഇന്ന് വൈകുന്നേരം അതിൻ്റെ ഫുൾ സോങ് വരും. 2ാമത്തെ പാട്ട് റിലീസായത് ഖ്വാബ് എന്നാണ്. ഖ്വാബ് പാട്ട് വീഡിയോ ചെയ്തത് സുമേഷ് സാറാണ്. എല്ലാവർക്കും അറിയാം, നമ്മുടെ മ്യൂസിക് മോജോ ചെയ്യുന്ന സുമേഷ് സാർ തന്നെയാണ് ഖ്വാബിൻ്റെ വീഡിയോ ചെയ്തത്. ഈ പാട്ട് പാടിയത് കൃഷ്ണ സാറും മാധവ് സാറാണ്. അതൊരു ഭയങ്കര നല്ല ഒരു റെസ്പോൺസാണ്. ടു ബി വെരി ഓണസ്റ്റ്, അതിൽ ഒരു പോർഷൻ ഉണ്ടായിരുന്നു, ലാസ്റ്റ് ഒരു പോർഷൻ. അത് എനിക്ക് തന്നെ അറിയില്ലായിരുന്നു ആ പോർഷൻ. അത് എനിക്ക് തന്നെ ഒരു സർപ്രൈസിങ് ഫാക്ടറായിരുന്നു. കാരണം ഞാൻ ഈ ഷൂട്ടിങ് കാരണം എനിക്ക് ഈ ഫൈനൽ മാസ്റ്റർ ട്രാക്ക് ഒന്നും കേൾക്കാൻ പറ്റില്ലായിരുന്നു. അപ്പോൾ ഞാൻ കേട്ടത് പണ്ട് അതിൻ്റെ ഒരു വർക്കിംഗ് പ്രോസസ്സിലാണ് ഞാൻ ഈ പാട്ട് കേട്ടത്. നല്ല പാട്ടാണ്, ഇങ്ങനെ ചെയ്യാം, അങ്ങനത്തെ ഒരു ഇതുണ്ടായിരുന്നു. പക്ഷേ വീഡിയോ വന്നു കഴിഞ്ഞിട്ടാണ് ഞാനും ആ ലാസ്റ്റ് ഒരു സംഭവം ഉണ്ട് ആ പാട്ടിൽ. അത് എനിക്ക് തന്നെ ഒരു എന്താ പറയുക, എനിക്ക് തന്നെ ഗൂസ് ബംസ് വന്നു അത് കേട്ടിട്ട്. അപ്പോൾ അതൊരു സർപ്രൈസിങ് ആയിരുന്നു. അതും ഒരു വേറെ തീം ബേസ്ഡ് ആയിരുന്നു. നല്ല റെസ്പോൺസ് ആയിരുന്നു, നല്ല അപ്രീസിയേഷൻ ആയിരുന്നു. ഇപ്പോൾ എന്നെ കാണുന്ന ആൾക്കാർ എന്നോട് പറയാറുണ്ട് ദാറ്റ്
തൈക്കുടം ബ്രിഡ്ജ് ഒരു ഇപ്പോൾ വേറെ ലെവലായി അങ്ങനെയാണ് ഇപ്പോൾ ആൾക്കാർ പറയുന്നുണ്ട്. അപ്പോൾ ഐ എം വെരി ഹാപ്പി ഫോർ ദാറ്റ് ദേ ആർ അറ്റ്ലീസ്റ്റ് നോയിങ് ദാറ്റ് നൗ.